അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഇപ്രകാരം ഒന്നിച്ചായിരിക്കാൻ ദൈവം നൽകിയ സമയത്തിനായും സാവകാശത്തിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നാം വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ 17-ാം അധ്യായത്തിൻ്റെ മാർമിക ബാബിലോൺ എന്നുള്ള ഭാഗമാണോ അതിൻ്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണോ നാം ചിന്തിച്ചത്. എന്നാൽ അതിനകത്ത് ആ ഭാഗം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ക്ലാസ് ഉപസംഹരിച്ചതായ സമയത്ത് സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം അല്ലെങ്കിൽ ഈ മാർമിക ബാബിലോൺ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ കാലത്തെ സഭയാണ്. ആ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ആ സഭയിൽ പെന്തക്കോസ്തുകാരും കാണും എന്ന് പറഞ്ഞത് കേട്ടിട്ട് അതിൽ അനിഷ്ടമായി വിളിച്ചവരുണ്ട്. ഞാനത് ക്ലിയർ ചെയ്യാം. പെന്തക്കോസ്തുകാർ കാണുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടുകൂടി നോക്കി പാർത്തിരിക്കുന്ന ദൈവമക്കളെ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞു. സഭയുടെ ഉൽപ്രാപണം നടക്കുമ്പോൾ റാപ്ചറിൽ ഇന്നുള്ള പെന്തക്കോസ്തുകാർ മുഴുവൻ എടുക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വീണ്ടും ഞാനത് ആവർത്തിക്കും. കാരണം സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം രൂപം കൊള്ളുന്നത് ഒരു എക്യുമെനിക്കൽ സഭയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സഭയാണെന്ന് അതിനെ വിളിക്കാൻ പാടില്ല. കാര്യം കത്തോലിക്ക സഭയാണെന്നോ യാക്കോബായ സഭയാണെന്നോ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു സഭയാണെന്ന് ഒരു സഭയുടെ ലേബല് അതിന് കൊടുക്കുന്നത് ദൈവവചനത്തോട് നീതി പുലർത്തുന്ന കാര്യമല്ല. എന്നാൽ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ഒരു മത നേതാവ് രംഗത്ത് വരികയാണ്. ആ മത നേതാവിൻ്റെ കീഴിൽ കൈവിടപ്പെട്ടതായ സഭയോടുള്ള ബന്ധത്തിൽ, അതായത് സഭയുടെ ഉൽപ്രാപണത്തിൽ കൈവിടപ്പെട്ടതായ ആളുകൾ അവരെല്ലാവരും ഈ മത നേതാവിൻ്റെ കീഴിൽ അണിനിരക്കും. നമ്മുടെ പിതാക്കന്മാർ ഈ വിഷയം പഠിപ്പിച്ചപ്പോൾ പ്രത്യേകമായി വിരൽ ചൂണ്ടി ചില സഭകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നവർ ദൈവവചനത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാർ വിശുദ്ധിയിൽ ജീവിച്ച കാലഘട്ടമാണ്. കർത്താവിൻ്റെ വരവെന്ന് പറയുന്നതല്ലാതെ മറ്റൊരു വിഷയങ്ങളിലും ഇടപെടാതെ മറ്റൊരു കാര്യങ്ങളിലും ഒരു നിലയിലും പങ്കുവഹിക്കാതെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ച പിതാക്കന്മാരുടെ കാലത്ത് അവരാണ് പറഞ്ഞത് നാമധേയ ക്രൈസ്തവ സമൂഹമൊക്കെ ഈ എക്യുമെനിക്കൽ മൂവ്മെൻറ്റിൽ കാണും എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് നാമധേയ പെന്തക്കോസ്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ വീണ്ടും അത് ക്ലിയർ ചെയ്യുകയാണ്. ഞാൻ പെന്തക്കോസ്തുകാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെതായ അത് ക്ലിയർ ഞാൻ ചെയ്യുകയാണ്. നാമധേയ പെന്തക്കോസ്ത് ഇന്നുണ്ടോ? കാരണം കർത്താവായ യേശുക്രിസ്തുവിൽ വാസ്തവമായി വിശ്വസിക്കാതെ സ്നാനപ്പെടുന്നവരുണ്ട്. വിവാഹം നടത്തുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും കുടുംബത്തിൽ മറ്റുള്ളവർക്ക് എന്നാ വിചാരിക്കും എന്നുള്ള നിലയിലേക്ക് സ്നാനപ്പെടുന്നവരുണ്ട്. അതുമാത്രമല്ല, സഭയുടെ കൗൺസിലിലും മറ്റു കാര്യങ്ങളിലും കയറിപ്പറ്റണമെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ചിരിക്കണം എന്നൊരു നിയമമുണ്ട്. അതിനുവേണ്ടി 2 അന്യഭാഷ പറഞ്ഞു എന്ന് ക്ലെയിം ചെയ്ത് കൗൺസിലിൽ കയറുന്ന ആളുകൾ ഇതിനെയെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നാമധേയ പെന്തക്കോസ്ത് എന്ന് ഞാൻ വിളിച്ചത്. പിതാക്കന്മാരുടെ കാലത്ത് സമുദായങ്ങളെ നാമധേയ ക്രൈസ്തവ സമൂഹം എന്ന് വിളിച്ചെങ്കിൽ ഇന്ന് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അതിനോട് ചേർത്ത് നാമധേയ പെന്തക്കോസ്തും കൂടെ ആഡ് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിൽ ഉൾപ്പെടാതിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധിയിൽ കർത്താവിനെ നോക്കി പാർക്കുകയും ഏത് സമയവും കാഹളം ധ്വനിക്കും എന്നുള്ളതായ നിശ്ചയത്തോടുകൂടി, അല്ലെങ്കിൽ ഇന്ന് ഞാൻ മരിച്ചാൽ കർത്താവിൽ ഞാൻ നിദ്ര പ്രാപിച്ചു, കർത്താവിൽ മരിച്ചു എന്നുള്ളതായ ഉത്തമ സാക്ഷ്യത്തോടുകൂടെ ഭൂമിയിൽ നിന്നും പോകുന്നവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെയുള്ള ആളുകളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് വീണ്ടും ഞാൻ ക്ലിയർ ചെയ്യുന്നു. എനിക്ക് ആ പറഞ്ഞതിൽ യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല. കാരണം നാം ഏതെങ്കിലും വിഷയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നമുക്ക് നാം നിൽക്കുന്ന സമൂഹത്തെ കണ്ടിട്ട് നാം വിരൽ ചൂണ്ടുന്നതാണ് നല്ലത് എന്നുള്ള ചിന്ത കൊണ്ട് മാത്രം ഞാൻ ഈ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തിൽ കൊണ്ടുവന്നതാണ്. ബാക്കി കാര്യങ്ങളിന്ന് സാന്ദർഭോചിതമായി ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്നു എന്ന് വരാം. നാം ഈ ചിന്തിക്കുന്ന ആ ഭാഗം മാർമിക ബാബിലോൺ, ഇത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ സഭ എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടം, അതായത് കർത്താവിൻ്റെ സഭയെ, മണവാട്ടി സഭയെ ചേർത്ത് കഴിയുമ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്ന സംവിധാനങ്ങളോടുള്ള ബന്ധത്തിലാണ് നാം ഈ മാർമിക ബാബിലോണിനെ കുറിച്ച് ചിന്തിക്കുന്നത്.
17-ാം അധ്യായത്തിൽ നാം കണ്ട ബാബിലോൺ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ, അത് മാർമിയ ബാബിലോൺ എന്ന് പറയുന്നത് ഒരു നഗരമല്ല, ഒരു സഭയാണ്. ആ സഭയ്ക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അവിടെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നുള്ള നാമം നെറ്റിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സ്ത്രീ ആ മൃഗത്തിൻ്റെ മുകളിൽ ഇരുന്ന് അവളുടെ കയ്യിൽ ഒരു പാനപാത്രം ഉണ്ടായിരുന്നു. ആ പാനപാത്രത്തിൽ വിശുദ്ധന്മാരുടെ രക്തം അതിൽ നിറഞ്ഞ് അത് കുടിച്ച് മത്തയായിരിക്കുന്ന അവസ്ഥയിൽ ഈ സ്ത്രീയെ കണ്ടു. ഈ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ആശ്ചര്യപ്പെട്ടു എന്നുള്ളതാണ്. കാര്യം സ്ത്രീയെ കാണുന്നതിനേക്കാളുപരി ആ പാനപാത്രത്തിൽ ഉള്ളതായ രക്തം കണ്ടപ്പോൾ, വിശുദ്ധന്മാരുടെ രക്തം കണ്ട് ആ വിശുദ്ധന്മാരുടെ രക്തം മൂലം ഇവൾ മത്തയായിരിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ യോഹന്നാൻ ആശ്ചര്യപ്പെട്ടു. ഇവിടാണ് നമ്മൾ നിർത്തിയത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച ഭാഗങ്ങളിൽ ഹൈലൈറ്റ് ചെയ്ത് ഒരു 3-4 കാര്യങ്ങൾ മാത്രം ഞാൻ വീണ്ടും പറയാം. ഇന്നത്തെ മതസംവിധാനങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുമാർഗം മാത്രമല്ല, ലോകത്തിലെ ഏത് മതങ്ങളെ എടുത്താലും പൗരാണിക ബാബിലോന്യ മതവുമായി അതിന് ബന്ധമുണ്ട്. ഏതെങ്കിലും ഒരു നിലയിൽ പൗരാണിക ബാബിലോണിലെ ആചാര അനുഷ്ഠാനങ്ങളോടുള്ള ബന്ധത്തിൽ, അവിടുത്തെ ആരാധനാ മൂർത്തികളോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഒരു നിലയിലുള്ള സ്വാധീനം ഇന്ന് ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുമുണ്ട്. ക്രൈസ്തവ മതങ്ങളിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലും അതിൻ്റെ സ്വാധീനമുണ്ട്. ഇന്ന് ക്രിസ്തുമാർഗത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നതെല്ലാം ബാബിലോന്യ മതത്തിൻ്റെ പിന്തുടർച്ചയാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കഴിഞ്ഞ ആഴ്ച ഇല്ലാഞ്ഞവരുടെ അറിവിന് വേണ്ടി ഞാൻ അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചപ്പോൾ നിമ്രോദ് എന്ന് പറയുന്ന നായാട്ടുവീരനായിരുന്ന നിമ്രോദ്, നോഹയുടെ കൊച്ചുമകനായിരുന്ന നിമ്രോദ്, അവൻ നായാട്ടുവീരന പോരാളിയായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ അവനാണ് ആളുകളെല്ലാം സംഘടിപ്പിച്ചത് എന്നുള്ളത് നാം കണ്ടു. ആ ആളുകളെ സംഘടിപ്പിച്ച് ബാബേൽ ഗോപുരം പണിയുന്നതും അതെല്ലാം നമുക്കറിയുള്ള വിഷയങ്ങളാണ്. എന്നാൽ നിമ്രോദിന്റെ മരണത്തോടുകൂടി നിമ്രോദിന്റെ ഭാര്യയായിരുന്ന സെമീരാമീസ് എന്ന് പറയുന്ന സ്ത്രീ വളരെ കൗശല ബുദ്ധിയുള്ളതായ സ്ത്രീയായിരുന്നു. ഈ സെമീരാമീസ് എന്നുള്ള പേര് നിങ്ങൾ ഓർത്തിരിക്കണം. കാര്യം ബാബിലോന്യ മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നിമ്രോദിന്റെ ഭാര്യയായ സെമീരാമീസ്. തൻ്റെ ഭർത്താവായ നിമ്രോദ് മരിച്ചു കഴിഞ്ഞപ്പോൾ നിമ്രോദിന്റെ മരണത്തോടുകൂടി തൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുമെന്നും, തനിക്ക് ഉള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ നിലയിൽ തന്നെക്കുറിച്ചുള്ള ചരിത്രത്തിൽ അതെങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടായിരിക്കാം ഈ സെമീരാമീസ് എന്ന് പറയുന്ന സ്ത്രീ, അവർ നിമ്രോദിന്റെ മരണത്തിന് ശേഷം ആ സ്ത്രീ ഗർഭം ധരിച്ചു. ആ അവിഹിത ആ സന്തതിയെ പിന്നീട് സെമീരാമീസ് തന്നെ ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. ഇത് നിമ്രോദിന്റെ പുനരവതരണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിമ്രോദ് തന്നിലൂടെ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതോടുകൂടി അമ്മയും കുഞ്ഞിനെയും ആരാധിക്കുന്ന സംവിധാനം ഇവിടെ തുടങ്ങിയതാണ്. ബാബിലോന്യ മതത്തിൽ സെമീരാമീസിനെയും മകനെയും ആരാധിക്കുന്നതിനുള്ള ബന്ധത്തിൽ തുടങ്ങിയതാണ്. ഈ സെമീരാമീസ് എന്ന് പറയുന്ന സ്ത്രീയാണ് ആകാശരാജ്ഞി എന്നുള്ള പേരിൽ ഇവരുടെ ഇടയിൽ അറിയപ്പെട്ടത്. ബാബിലോന്യ ആരാധനാ സംവിധാനത്തിൽ ആകാശരാജ്ഞി എന്ന് പറയുന്ന പേര് ഈ സെമീരാമീസിന് പിന്നീട് ലഭിച്ചതാണ്. ഇഷ്ടാർ എന്നാണ് ആകാശരാജ്ഞിയുടെ പേര്. ശരിയായ പേര് ഇഷ്ടാർ എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇഷ്ടാർ. ഇംഗ്ലീഷിൽ അത് എഴുതിയാൽ ISTAR, ഇസ്റ്റാർ എന്നുള്ള വാക്കാണ്. ഈ വാക്കും ഈസ്റ്ററും തമ്മിൽ ബന്ധമുണ്ട്. ബാബിലോന്യ മതവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഈസ്റ്റർ, അല്ലാതെ ക്രിസ്തുമാർഗത്തിൽ ഉണ്ടായ വാക്കല്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പുമായി ഈ വാക്കിന് യാതൊരു ബന്ധവുമില്ല. പിൽക്കാലത്ത് സഭ അംഗീകരിച്ച ഒരു വാക്കായി ഇത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാബിലോന്യ മതത്തിൽ ആകാശരാജ്ഞി എന്ന് പറയുന്ന ഇഷ്ടാർ അല്ലെങ്കിൽ ഇസ്റ്റാർ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പേരിനോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന പദമാണ് ഈസ്റ്റർ എന്ന് പറയുന്ന പദം. ഇനി വളരെ രസകരമായ കഥകളാണ് ഈ ബാബിലോന്യ മതത്തോടുള്ള ബന്ധത്തിൽ ചരിത്രത്തിൽ കിടക്കുന്നത്. അത് ഒന്നുകൂടെ ഞാൻ പറയാം, കഴിഞ്ഞ ആഴ്ച പറയാതിരുന്നത്. ഈ സ്ത്രീക്ക് ജനിച്ച അല്ലെങ്കിൽ നിമ്രോദിന്റെ ഭാര്യയിലുണ്ടായ കുഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു എന്നാണ് ഈ സ്ത്രീ ആളുകളോട് പറഞ്ഞത്. ആളുകളുടെ പ്രചരിപ്പിച്ചു, ഇവൻ മരിച്ചുപോയി.
അപ്പോൾ ഈ മരിച്ചുപോയതായ രാജാവിനോടുള്ള ബന്ധത്തിൽ, അതായത് മകൻ്റെ പേര് തമ്മൂസ് എന്നാണ്, തമ്മൂസ്. പിൽക്കാലത്ത് ഇസ്രായേൽ മക്കൾ, ഇസ്രായേലിലെ സ്ത്രീകളുടെ ദേവനായിട്ടാണ് തമ്മൂസ് നിൽക്കുന്നത്. അപ്പോൾ ആകാശരാജ്ഞി അമ്മ, തമ്മൂസ് മകൻ. അപ്പോൾ ഈ തമ്മൂസിനെ ഓർത്ത് ഇസ്രായേലിലെ സ്ത്രീകൾ കരഞ്ഞു എന്നുള്ളത് പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ തമ്മൂസ് മരിച്ചു എന്ന് ഈ സ്ത്രീ ആളുകൾ ധരിപ്പിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മകൻ മരിച്ചുപോയി എന്ന് ധരിപ്പിച്ചു. ഈ മകൻ മരിച്ചുപോയി എന്നുള്ളത് ധരിപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സ്ത്രീ തന്നെ എല്ലാവരെയും അറിയിച്ചു, മകൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു എന്നറിയിച്ചു. അങ്ങനെ തമ്മൂസ് മരിച്ചുവെന്നും തമ്മൂസ് ഉയർത്തെഴുന്നേറ്റുവെന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയൊക്കെ ഉയർപ്പിനൊക്കെ വളരെ വളരെ മുമ്പ് ഈ കഥ ബാബിലോന്യ മതത്തിൽ കടന്നു വന്നു. അങ്ങനെ വന്നപ്പോൾ തമ്മൂസും ആരാധനാ പുരുഷനായി, അമ്മയും ആരാധനാ പുരുഷനായി. ഇത് രണ്ടും പിൽക്കാലത്ത് ക്രൈസ്തവ മാർഗത്തിൽ പിന്നീട് കടന്നു വന്നതായ വിഷയങ്ങളാണ്. എന്നാൽ ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളുടെ ഈ ഈസ്റ്റർ സമയത്ത് ഇന്നെല്ലാം വാണിജ്യവൽക്കരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് മുട്ടയുമായി എന്നാ ബന്ധം? ഈസ്റ്റർ എഗ്ഗുമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് ഉയർപ്പുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ ഈ മുട്ട എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ മുട്ടയുടെ കഥ. ഈ തമ്മൂസ് ഉയർത്തെഴുന്നേറ്റ വിഷയത്തോടുള്ള ബന്ധത്തിൽ, അവൻ്റെ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റതിനോടുള്ള ബന്ധത്തിലാണ് ഈ മുട്ട നീങ്ങുന്നത്. അങ്ങനെ ബാബിലോന്യ മതത്തിൽ നിന്ന് വന്നതാണ് ഈ മുട്ടവൻ. അപ്പോൾ ഓർക്കണം, ഈ ബാബിലോന്യ മതത്തിൻ്റെ സ്വാധീനം ക്രിസ്തുമാർഗത്തിൽ എന്തുമാത്രം സ്വാധീനം പിൽക്കാലത്ത് വന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിലേക്ക് നമുക്ക് വരാം. അതിനുള്ള ബന്ധത്തിൽ 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഈ 7 വാക്യങ്ങളിൽ നാം കണ്ടത്, യോഹന്നാൻ ഈ ദർശനം കാണുന്നു, ആ മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോകുന്നു, ഈ ദർശനം കാണുന്നു. 7 തലയുള്ളതായ മൃഗത്തിൻ്റെ മേളിൽ ഒരു സ്ത്രീ ഇരിക്കുന്ന രംഗം. ഈ രംഗം കണ്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു പാനപാത്രം, അതിൽ രക്തം എന്ത് ചെയ്യുന്നു? രക്തം അതിലുണ്ട്. ഈ സ്ത്രീ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്തയായിരിക്കുന്നു എന്നുള്ളതും കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് യോഹന്നാൻ എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു എന്നുള്ളത് നാം കാണും. ഇനി ഈ ഭാഗം നാം പഠിക്കുമ്പോൾ 17-ാം അധ്യായം, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഞാൻ ഇന്ന് ഈ പറയുന്നതായ കാര്യങ്ങൾ ഒന്നും ഖണ്ഡിതമാണെന്നുള്ള അഭിപ്രായത്തിൽ 100% അഭിപ്രായത്തിലല്ല ഞാൻ നിൽക്കുന്നത്. കാരണം ഇത് വെളിപ്പാട് പുസ്തകമാണ്, ഭാവി കാലത്ത് നടക്കാനുള്ള കാര്യങ്ങളാണ്. അത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നാം പല ഭാഗങ്ങൾ പരിശോധിച്ച് തൃപ്തികരമായ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ വ്യത്യസ്തങ്ങളായ ധാരണ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇനി ഇതിന് ശേഷം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്ന അല്ലാതെ മറ്റു നിലയിൽ കേട്ടുവെന്ന് വന്നേക്കാം. ഇതെല്ലാം വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സാധാരണമാണ്. ഇവിടെ ഈ യോഹന്നാൻ ആശ്ചര്യപ്പെട്ടതായ സമയത്ത് ദൂതൻ അവനോട് ഈ കണ്ട രംഗം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിനു മുമ്പായിട്ട് നാം ഒരു കാര്യം കൂടെ നിങ്ങളോട് 1-2 കാര്യങ്ങളൂടെ പറയട്ടെ. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ വിഷയവും അവിടെ മർമ്മം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പൗലൂസ് എഫേസ്യ ലേഖനത്തിൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ പൗലൂസ് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവസഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ, കന്യക എന്നുള്ള നിലയിൽ വിശുദ്ധിയിൽ നിൽക്കേണ്ടതായ സഭയാണ്. അപ്പോൾ ആ വിഷയം ഒരു മർമ്മം ആയിരുന്ന കാര്യം ആർക്ക് വെളിപ്പെട്ടു? പൗലൂസിന് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, ഒരു മർമ്മം, ഒരു രഹസ്യം, ഒരു മിസ്റ്ററി ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞാണ് ഈ സഭയെക്കുറിച്ചുള്ളതായ വിഷയം പൗലൂസ് എഫേസ്യ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത്. നാം സാത്താന്യ തൃത്വവും ദൈവിക തൃത്വവും നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ തന്നെ പിശാചിനും അതുപോലെ തന്നെയുള്ള സംവിധാനമുണ്ട്. നമ്മൾ ചിന്തിച്ചതാണ്. അതായത് മഹാസർപ്പം എന്ന് പറയുന്നത്, പിന്നെ എതിർ ക്രിസ്തു, അതുപോലെ തന്നെ കള്ളപ്രവാചകൻ, ഈ 3 അല്ലെങ്കിൽ ത്രിമൂർത്തികൾ സാത്താന്യ തൃത്വത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നാം കണ്ടു. അപ്പോൾ അവിടെ യേശുക്രിസ്തുവിന് ഒരു സഭയുള്ളതുപോലെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ളതായ നിലയിൽ ഒരു സഭയുള്ളതുപോലെ തന്നെ പിശാചിനും
ഒരു സഭയുണ്ട്, അല്ലെങ്കിൽ അത് ഒരു മർമ്മമാണ്. ആ മർമ്മം ആർക്ക് വെളിപ്പെട്ടു എന്ന് ചോദിച്ചാൽ, പത്മോസിൽ തടവുകാരനായി സുവിശേഷ നിമിത്തം തടവുകാരനായി പോയ യോഹന്നാന് അത് വെളിപ്പെട്ടു. യോഹന്നാനാണ് ഇത് വെളിപ്പെട്ട് കിട്ടിയത് മർമ്മം മഹദിയ ബാബിലോൺ. അപ്പോൾ സാത്താന്യ സഭയെക്കുറിച്ച്, അല്ലെങ്കിൽ സാത്താന്യ ആധിപത്യത്തിൽ സംവിധാനത്തിലുള്ള ഈ മാർമികമായ സഭയെക്കുറിച്ചുള്ളതായ വെളിപ്പാട് യോഹന്നാന് കിട്ടിയതാണ്. യേശുക്രിസ്തുവിന്റെ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് ആർക്ക് കിട്ടി? പൗലോസിന് ലഭിച്ചു. ഇവിടെ 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അക്കമിട്ട് ഞാൻ പറയാം. ഒന്നാമതായിട്ട്, ഈ 17-ാം അധ്യായത്തിൽ മാർമിക സഭ എന്നുള്ള നിലയിൽ മർമ്മം മഹദിയ ബാബിലോൺ എന്ന് പറയുന്ന ആ സംവിധാനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ സംവിധാനത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ വിളിക്കുന്നത് വേശ്യ എന്നുള്ള പേരോടുകൂടിയാണ്. ആ പേരാണ് വെളിപ്പാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ വേശ്യ എന്നുള്ളതായ മഹാവേശ്യ എന്നുള്ള നിലയിലാണ് ഈ സംവിധാനത്തെ വിളിക്കുന്നത്. രണ്ടാമതായിട്ട്, ഇത് ഒരു ലീഡർഷിപ്പ് ഇതിനുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. 17-ാം അധ്യായത്തിൽ ഈ മാർമിക സഭയ്ക്ക് ഒരു അധിപനുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ലീഡറുണ്ട് എന്നുള്ളത് 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായിട്ട്, ഈ മത സംവിധാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ ബന്ധമുള്ള ഒരു ലീഡറാണ് ഇതിന് വരുന്നത്. കാരണം ഈ മത നേതാവിനെയും കൊണ്ടാണ് എതിർ ക്രിസ്തുവാകുന്ന മൃഗം കുറച്ചുനാൾ നടക്കുന്നത്. ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി കഴിയുമ്പോൾ ഈ എതിർ ക്രിസ്തു ഈ മതത്തെ തട്ടിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ചതിന് ശേഷം അധികാരം മുഴുവൻ അവനിൽ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ മതവും രാഷ്ട്രവും തമ്മിൽ ഒരു ബന്ധം നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ മത നേതാവും എതിർ ക്രിസ്തുവും തമ്മിൽ, അല്ലെങ്കിൽ ഈ ആന്റി ക്രൈസ്റ്റും തമ്മിൽ ഒരു ബന്ധം പുലർത്തുന്നു എന്നുള്ളത് ഈ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അടുത്തതായിട്ട്, ഈ മത നേതാവ് വലിയ സമ്പത്തും സ്വാധീനവുമുള്ള വ്യക്തിയാണ്. നമുക്കത് ഈ 17-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ തന്നെത്താൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ, ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഈ മത നേതാവ് വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്, അല്ലെങ്കിൽ വലിയ ആസ്തിയുള്ള ഒരാളാണ് എന്നുള്ളത് ഈ ഭാഗം നമ്മെ കാണിക്കുന്ന കാര്യമാണ്. അതുകൂടാതെ ഈ പറയപ്പെടുന്ന സംഭവം, ഈ 17-ാം അധ്യായത്തിലെ ഈ സഭയെക്കുറിച്ചുള്ള വിവരണം മാർമികമായ വിഷയമായിട്ട്, അല്ലെങ്കിൽ അതുവരെ വെളിപ്പെടാത്ത ഒരു വിഷയമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മാർമിക ബാബിലോൺ എന്ന് പറയുന്ന ഈ വിഷയം വേദപുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗങ്ങളിലും കാണുന്നില്ല. അതുപോലെ അതിൻ്റെ വിശദീകരണം ഒന്നും മറ്റധ്യായങ്ങളിലെങ്ങും ഇല്ലാത്ത കാര്യമാണ് ഈ മാർമിക ബാബിലോണിൽ. മറ്റേ വാണിജ്യ ബാബിലോണിൻ്റെ കാര്യം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മാർമിക ബാബിലോൺ എന്ന് പറയുന്നതിനെ കുറിച്ച് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കാണുന്ന വിശദീകരണമാണ് നമുക്കുള്ളത്. അതുകൂടാതെ ഈ മത സംവിധാനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വിശുദ്ധന്മാരെ ഈ മതം എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ കൊന്നുകളയുന്നു. അവരുടെ രക്തമാണ് ഈ പാനപാത്രത്തിൽ ഇരിക്കുന്നത് എന്നുള്ള നിലയിൽ കാണാം. അടുത്തതായിട്ട്, ആഗോള വ്യാപകമായ ഒരു സംവിധാനമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു മത സംവിധാനമല്ലത്. ആഗോള വ്യാപകമായിട്ടാണ് ജനസമൂഹം എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ ഈ മതസമൂഹത്തിൽ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്, ഈ മതസംവിധാനത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്, ആരംഭത്തിൽ ഈ മൃഗം ഇതിനെ എന്ത് ചെയ്യുക? ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു, ദൂതൻ പറഞ്ഞു കൊടുത്തു, ഇവളെ എന്ത് ചെയ്യും? അവളെ പൂർണ്ണമായും കൊല്ലും, നശിപ്പിച്ചു കളയും എന്ന് ദൂതൻ വിശദീകരണം കൊടുക്കുമ്പോൾ പറയുന്നത് കാണുവാൻ കഴിയും. നമുക്ക് വീണ്ടും നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം. അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കാം. 17-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേര് എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. ഇവിടെ ദൂതൻ വിശദീകരണം തുടങ്ങുകയാണ്. അപ്പോൾ മൃഗത്തിൻ്റെ മുകളിൽ ഈ സ്ത്രീ ഇരിക്കുന്നത് കണ്ട് സ്ത്രീ രക്തം കുടിച്ച് മത്തയായിരിക്കുന്ന ആ രംഗം കണ്ട് ആശ്ചര്യപ്പെട്ടതായ യോഹന്നാന് ദൂതൻ വിശദീകരണം കൊടുക്കുകയാണ്.
പക്ഷെ നമുക്കിപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ദൂതൻ യോഹന്നാന് കൊടുത്ത വിശദീകരണം അതിൻ്റെതായ നിലയിൽ പൂർണ്ണമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളോടുണ്ട്. യോഹന്നാൻ മനസ്സിലായി കാണും, പക്ഷെങ്കിൽ ഈ ദൂതൻ പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രയോഗങ്ങൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ വായിച്ച് കേട്ടത് ആ വാക്യത്തിലേക്ക് തന്നെ നീങ്ങുക. നമുക്ക് വരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അകാലത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാവുന്നു. അപ്പോൾ രണ്ട് പ്രയോഗങ്ങൾ ഇവിടെ ഒന്നാമത് നാം കാണുന്നു. ഒന്നാമത്തെ ആദ്യമായിട്ട് പറയുന്നത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല. അതാണ് ഒന്ന്. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും പിന്നെ ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി അടുത്ത രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുകയാണ്, ഇനി ഇത് വരുന്നുണ്ട്. ഇത് അഗാധത്തിൽ നിന്ന് കയറി വരും. അഗാധത്തിൽ നിന്ന് കയറി വരും. കയറി വന്നിട്ട് അതിന്റെ അന്ത്യം എന്ന് പറയുന്നത് എവിടെയാണ്? നാശത്തിലേക്ക് പോകും. ഇതാണ് ദൂതൻ വിശദീകരിച്ചു കൊടുത്തത്. അപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അഗാധത്തിൽ നിന്നും കയറി വരും. അതിനുശേഷം അത് എന്തിലേക്ക് പോകും? നാശത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ആണല്ലോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ ഈ ചിത്രത്തിലേക്ക് നാം വരുമ്പോൾ നാം ദാനിയേൽ പ്രവചനത്തിൽ നിന്നാണ് തുടങ്ങിയത്. നാം ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ കണ്ടതായ ഈ 4 മൃഗങ്ങൾ, ഈ 4 മൃഗങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന ഈ മൃഗത്തിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഈ 4 മൃഗങ്ങളും കൂടെ ചേർന്നുള്ള ഒരു മൃഗമായിട്ടാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ മൃഗത്തെ നാം കാണുന്നത്. എന്നാൽ ഈ 4 മൃഗങ്ങളെയും കൂടെ ചേർത്ത് നാം പഠിച്ച് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഈ സ്ത്രീ ഇരിക്കുന്നതായ ഈ മൃഗം എന്ന് പറയുന്നത്, ഇതാണ് ഇപ്പോൾ നാം ചിന്തിക്കുന്ന ഭാഗം കൂടിയാണ് 17-ാം അധ്യായം. ഈ 17-ാം അധ്യായത്തിലെ ഈ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തല സിംഹത്തിന്റെ തലയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഉടല് എന്ന് പറയുന്നത് പുള്ളിപ്പുലിയുടെ ഉടലാണ്. അതായത് സിംഹത്തിന്റെ തലയെന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ കണ്ടതായ ബാബിലോൺ സാമ്രാജ്യം. അതുപോലെ തന്നെ പുള്ളിപ്പുലിയുടെ ഉടല് എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനത്തിൽ നാം കണ്ടതായ യവന സാമ്രാജ്യമാണ്. അടുത്തതായിട്ട് ഈ ഇതിന്റെ കുളമ്പ് കാലുകൾ എന്ന് പറയുന്നത് കരടിയുടെ കാലുകളാണ്. അപ്പോൾ കരടിയുടെ കാല് എന്ന് പറയുന്നത് നാം അവിടെ ദാനിയേൽ പ്രവചനത്തിൽ നാം കണ്ടു മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യമായി. അപ്പോൾ ഒന്ന് ബാബിലോൺ സാമ്രാജ്യം, രണ്ടാമത്തത് മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം, മൂന്നാമതായിട്ട് പുള്ളിപ്പുലിക്ക് സമാനമായ യവന സാമ്രാജ്യം. ഈ 3 സാമ്രാജ്യങ്ങളും ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ കണ്ടതിന് ശേഷം പിന്നെയാണ് ദാനിയേൽ കണ്ടു ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം കയറി വരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഘോരവും ഭയങ്കരവുമായ ഈ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം നാം കണ്ടു. ഈ മൃഗത്തിന്, ദാനിയേൽ കാണുന്ന മൃഗത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പേരില്ലായിരുന്നു. അവിടെ പറഞ്ഞേക്കുന്നത് ഘോരവും ഭയങ്കരവുമായ മൃഗം. ഈ ഘോരവും ഭയങ്കരവുമായ മൃഗത്തിന് ദാനിയേൽ കണ്ടതായ ആ മൃഗത്തിന് ഒരു തലവേ ഉള്ളൂ, ഒരു ഉടലവേ ഉള്ളൂ. സാധാരണ ഒരു മൃഗമാണ്. പക്ഷെ എങ്കിൽ ഒരു വൈൽഡായിട്ടുള്ള ഒരു രൂപമാണ് ഈ മൃഗത്തിൻ്റെ. അത് വളരെ ഘോരമായ രീതിയിലുള്ള അപ്പിയറൻസ് ആണ്. എന്നാൽ ഈ മൃഗത്തിനെ നമ്മൾ കണ്ടപ്പോൾ കണ്ടു ഇതിനും എന്തുണ്ട്? 10 കൊമ്പുകളുണ്ട്. 10 കൊമ്പുകൾ ഇതിനുണ്ടായിരുന്നു. 10 കൊമ്പുകൾ ഉള്ളതിന്റെ കൂട്ടത്തിൽ ഒരു കൊമ്പൂടെ മുളച്ചു വന്നു. നിങ്ങളിതെല്ലാം കൂടെ ഓർക്കണം. നമ്മൾ ഇതിനെ എല്ലാം കൂടെ കണക്ട് ചെയ്യാനായി തുടങ്ങുന്നു. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ കണ്ടതായ കാര്യമാണിതല്ല. ഈ കണ്ടതായ കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെ ഈ ദാനിയേലിന് കാണിച്ചു കൊടുത്തതായ ഈ രംഗം ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ. അവസാനം ദാനിയേലിന് മനസ്സിലാകാഞ്ഞ ഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീ ഇത് എന്ത് ചെയ്തേര്, നീ ഇത് മുദ്രയിട്ടേര്, നിനക്ക് പോകാം, നിന്റെ ശുശ്രൂഷ നന്നായി നീ ചെയ്തു, കാലാവസ്ഥാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും, നിനക്ക് പോകാം, നിനക്ക് പോയി വിശ്രമിക്കാം എന്ന് പറഞ്ഞ് ദാനിയേലിനെ അയക്കുകയാണ്. പക്ഷെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ മുദ്ര ഇട്ടിരുന്ന പുസ്തകം തുറക്കപ്പെട്ട അവസ്ഥയല്ല നമ്മൾ കാണും. അപ്പോൾ യോഹന്നാന്റെ മുമ്പിൽ ഇത് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ മുദ്ര തുറന്നു എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് യോഹന്നാന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്ന മൃഗത്തോടുള്ള ബന്ധത്തിൽ പറയുന്നതിന് ശേഷമായിട്ട് നാം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ കണ്ട ഈ ബിംബത്തിന്റെ കാര്യം നിങ്ങൾ ഓർക്കണം. ഇനി ഞാനിത് ആവർത്തിക്കത്തില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. കാര്യം അടുത്ത ക്ലാസ്സിൽ ഇത് ഞാൻ ആവർത്തിക്കാൻ എനിക്ക് പറ്റത്തില്ല.
ഇനിയും നാം ഈ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ കണ്ടതായ ബിംബം നെബൂഖദ്നേസർ കണ്ടതായ സ്വപ്നമാണ്. നെബൂഖദ്നേസർ കണ്ടതായ ഈ സ്വപ്നവും ഈ പറയപ്പെടുന്ന ഇതും ഈ വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് നാം കണ്ടതാണ്. അതായത് തല എന്ന് പറയുന്നത് ബാബിലോൺ, പിന്നെ കയ്യും നെഞ്ചും എന്ന് പറയുന്നത് മേദ്യരും പാർസികളും, ഉടലെന്ന് പിന്നെ വയറിന്റെ ഭാഗം യവന സാമ്രാജ്യം, ഇരുമ്പ് കൊണ്ടുള്ളതായ കാല് റോമാ സാമ്രാജ്യം. അതിനുശേഷം നാം കണ്ടു ഇവിടെ ഈ ബിംബം നിൽക്കുന്നത് ലോഹങ്ങൾ 1, 2, 3, 4 ലോഹങ്ങൾ കൂടിയുണ്ട്. 4 ലോഹങ്ങൾ നിൽക്കുന്നത് എന്തിലാണ്? അലോഹ വസ്തുവായ മണ്ണിലാണ്. മണ്ണും ഇരുമ്പും കൂടെയാണ്, അല്ലെങ്കിൽ മണ്ണും ഇരുമ്പും കൂടെ ജോയിന്റ് എന്ന് പറയുന്നത് മണ്ണും ഇരുമ്പും കൂടിയാണ്. നമുക്കറിയാം ഒരിക്കലും ഇത് എന്ത് ചെയ്യില്ല, മണ്ണും ഇരുമ്പും കൂടെ ചേരുകയില്ല. അപ്പോൾ ഈ മണ്ണും ഇരുമ്പും കൂടെ ചേരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് കാൽപാദം എന്ന് പറയുന്നത്, ഈ കാൽപാദത്തിൽ 10 വിരലുകൾ നമുക്ക് കാണാൻ കഴിയും. 10 വിരലുകൾ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ 10 വിരലുകൾ, ഇവിടുത്തെ 10 കൊമ്പുകൾ, ഈ ഇവിടെ 10, ഇവിടുത്തെ 7 തല, പിന്നെ 10 കൊമ്പ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഈ ദാനിയേൽ നെബൂഖദ്നേസർ കണ്ടതായ ഈ ബിംബം, ഇതിന്റെ നെബൂഖദ്നേസർ കാണുമ്പോൾ എവിടെ മാത്രമേ ഉള്ളൂ? ഈ സാമ്രാജ്യം മാത്രമേ നിലവിലുള്ളൂ, ബാക്കി ഒന്നും നിലവിൽ വന്നിട്ട്. അപ്പോൾ ചരിത്രത്തിലൂടെ ദൈവത്തിന്റെ സംവിധാനങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എത്ര ശക്തമായി തെളിവോടുകൂടി നിറവേറുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം വിശ്വസിക്കാത്ത ഒരാൾ ഈ പറയുന്ന കാര്യങ്ങളെ നിഷേധിക്കാൻ ഒക്കത്തില്ല. കാരണം അത് വേൾഡ് ഹിസ്റ്ററിയാണ്. ലോകത്തിൽ ഈ പറയപ്പെടുന്ന സാമ്രാജ്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതും ആ സാമ്രാജ്യങ്ങളുടെ അധിപന്മാരായ ഇന്ന ആളുകൾ ഭരിച്ചു എന്ന് പറയുന്നതും ഇതെല്ലാം ലോക ചരിത്രമാണ്. അപ്പോൾ ബൈബിൾ വിശ്വസിക്കാത്ത ഒരാളും ചരിത്രത്തെ നിഷേധിക്കാനൊക്കെ ഒക്കത്തില്ല. ചരിത്രത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ ഒരു അജ്ഞനാണ്, അല്ലെങ്കിൽ പഠിക്കാൻ മനസ്സില്ലാത്തൊരു മനുഷ്യനാണ്. ഗ്രഹിക്കാൻ മനസ്സില്ല, സത്യം അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഒരാൾ മാത്രമേ ചരിത്രത്തെ നിഷേധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ബിംബം നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വെറും കളിമണ്ണിലാണ്. ഈ കളിമണ്ണിൽ നിൽക്കുന്നതായ ഈ ബിംബമാണ് രാജാവ് സ്വപ്നം കണ്ട് മറന്നുപോയി. എന്നാൽ ഈ കൈ തൊടാതെ ഒരു കല്ല് വന്ന് ഈ ബിംബത്തിന്റെ ബലഹീനമായ ഭാഗത്തടിച്ചു. വേറെ ഒരിടത്ത് വല്ല തലയിലോ നെഞ്ചിലോ വയറ്റിന്റെ അവിടെയോ കാലിലോ എങ്ങും അല്ല അടിച്ചു. കാൽപാദത്തിന്റെ അവിടെ മണ്ണുകൊണ്ടുള്ള സ്ഥലത്ത് തന്നെ അടിച്ചു. ആ മണ്ണുകൊണ്ടുള്ളതായ സ്ഥലത്ത് വന്ന് കല്ലടിച്ചപ്പോൾ അതോടുകൂടെ ഈ ബിംബം എന്ത് ചെയ്തു? ബിംബം മറിഞ്ഞു, അതിനെ പൊടിയാക്കി ധൂളിയാക്കി അതിനെ പറത്തി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമുക്ക് ഇതിനെ നിവൃത്തി കാണുവാൻ കഴിയും. ലോക സംവിധാനങ്ങൾ, അതായത് ബാബിലോൺ മുതൽ തുടങ്ങി ഉള്ള ഈ രാഷ്ട്ര സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾ, ഇതെല്ലാം മണ്ണിന് സമാനമായ ഒരു സംവിധാനത്തിൽ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ മണ്ണിന് സമാനമായ സംവിധാനം, ഉറപ്പില്ലാത്ത സംവിധാനം, ഉറപ്പില്ലാത്ത ഭരണകൂടങ്ങൾ, ഇതെല്ലാം ഉറപ്പുള്ള ഭരണങ്ങളായിരുന്നു ഒരു പരിധി വരെ. ഇപ്പോൾ ബാബിലോൺ എന്ന് പറയുന്നത് മേദ്യരുടെയും പാർസികളുടെയും, പിന്നെ യവന സാമ്രാജ്യം, റോമാ സാമ്രാജ്യം, ഇതെല്ലാം ഒരു പരിധി വരെ ഉറപ്പുണ്ടായിരുന്നു. കുറച്ച് കാലഘട്ടങ്ങളിൽ ഇവർ ഭരിച്ചു, മാറി മാറി രാജാക്കന്മാർ അധികാരത്തിൽ വന്നു. ഇതെല്ലാം ഇവിടെ നടന്നു. എന്നാൽ ഇതിന് ശേഷം വരുന്ന ഈ സംവിധാനം എന്ന് പറയുന്നത് വെറും മണ്ണുകൊണ്ടുള്ളതായ ഒരു സംവിധാനം വരികയാണ്. ആ മണ്ണുകൊണ്ടുള്ളതായ ബലഹീനമായ സംവിധാനം വരുമ്പോൾ അതിന്മേലാണ് കൈ തൊടാതെ കല്ല് വന്ന് പതിയുന്നത് എന്നുള്ളത് നാം കാണും. ഇതിന്റെ നിവൃത്തി എന്നുള്ള നിലയിലാണ് വെളിപ്പാട് പുസ്തകം നാം പഠിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ മുതൽ നാം ഇനി പഠിക്കാൻ പോകുന്ന ഈ ഭാഗങ്ങളിലെല്ലാം ഈ പറയപ്പെടുന്ന സംഭവങ്ങളുടെ നിവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഇവിടെ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് യോഹന്നാൻ കാണുന്നതായ രംഗം ഇതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചതാണല്ലോ, അന്നില്ലാത്തവരുടെ അറിവിന് വേണ്ടി പറയുകയാണ്. ഈ മൃഗത്തിന്റെ മുകളിൽ ഈ സ്ത്രീ ഇരിക്കുകയാണ്. സ്ത്രീയുടെ വസ്ത്രത്തിന്റെ കാര്യവും എല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ വാഹനമൃഗത്തിന്മേലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. ഈ സ്ത്രീയെ വിളിക്കുന്ന പേരാണ് മഹാവേശ്യ, വേശ്യ എന്നും, അല്ലെങ്കിൽ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊക്കെയാണ് ഇവളുടെ പേര്. അത് അവളുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൗരാണിക റോമൻ സംസ്കാരത്തിൽ റോമാക്കാരുടെയിൽ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ പേര് നെറ്റിയിൽ എഴുതി പതിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ പ്രയോഗം വന്നിരിക്കുന്നത്. ഈ സ്ത്രീയും അവളുടെ പേര്
ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റു പേരൊന്നുമല്ല. ഈ തൊഴിൽ ചെയ്യുന്ന, വേശ്യാവൃത്തി ചെയ്യുന്നവരുടെ എല്ലാം മാതാവാണ് ഞാൻ എന്നുള്ള നിലയിൽ ഒരു പേരാണ് ഈ സ്ത്രീയുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഈ ചിത്രം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനുശേഷമാണ് അവളുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ടോ എന്ന് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണും. അപ്പോൾ സാധാരണ നിലയിൽ ഈ പാനപാത്രത്തിൽ വീഞ്ഞാണ് വരേണ്ടത്. കാര്യം ഈ സ്ത്രീ ചെയ്യുന്ന തൊഴിലനുസരിച്ചും അവളുടെ ജീവിത ശൈലി അനുസരിച്ചും ഈ പാനപാത്രത്തിൽ വീഞ്ഞാണ് വരേണ്ടത്. എന്നാൽ ഈ പാനപാത്രത്തിൽ യോഹന്നാൻ കണ്ടത് വീഞ്ഞായിരുന്നില്ല. ഈ പാനപാത്രത്തിൽ രക്തമാണ് കണ്ടത്. വെറും രക്തമല്ല, വിശുദ്ധന്മാരുടെ രക്തമാണ്. അപ്പോൾ ദൈവത്തെ ആ മഹോപദ്രവത്തിന്റെ കാലത്ത് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ സഭയുടെ ഉൾപ്രാപണത്തിന് ശേഷം ആ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്ന വിശുദ്ധന്മാർ, ആ കാലത്തെ വിശുദ്ധന്മാർ, അവരിൽ അനേകര് രക്തസാക്ഷികളായ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും അതല്ലാതെ തന്നെയും സഭയുടെ ഉൾപ്രാപണത്തിന് മുമ്പും ഒരുപാട് വിശുദ്ധന്മാരെ ഈ പറയപ്പെടുന്ന സംവിധാനം കൊന്നിട്ടുണ്ട്, ഈ റോമൻ സംവിധാനത്തോടുള്ള ബന്ധത്തിൽ. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ ഇത് കണ്ടിട്ടാണ് യോഹന്നാൻ ആശ്ചര്യപ്പെട്ടത് എന്നുള്ളത് നാം കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ദൂതൻ യോഹന്നാനോട് ചോദിച്ചു, നീ എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത്? അപ്പോൾ ഇവിടെ അതിന് മറുപടി പറയുന്ന കൂട്ടത്തിലാണ് പറയുന്നത്, ഈ സ്ത്രീ ഇരിക്കുന്ന ഈ മൃഗം എന്ന് പറയുന്നത് എന്താണ്? ആ വാക്യം വായിച്ചു. നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകും. അപ്പോൾ ഇവിടെ യോഹന്നാൻ ആദ്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നത് ആരെക്കുറിച്ചാണ്? മൃഗത്തെക്കുറിച്ചാണ്. മൃഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഈ മൃഗം എതിർ ക്രിസ്തുവാണ്, ആന്റി ക്രൈസ്റ്റ് ആണ്. അപ്പോൾ ഈ മൃഗത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയുകയാണ്, നീ കണ്ടതായ മൃഗം. ഈ മൃഗം നേരത്തെ എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതിനുശേഷം പിന്നീട് ഇനി എന്ത് ചെയ്യും? അകാലത്തിൽ നിന്ന് കയറി വീണ്ടും വരും. എന്നിട്ട് എവിടേക്ക് പോകും? നാശത്തിലേക്ക് പോകും. ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വളരെ ലളിതമായി കോൺട്രവേഴ്സി ഒന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകും. ഈ എതിർ ക്രിസ്തു വെളിപ്പാട് പുസ്തകം നാം പഠിച്ചപ്പോൾ ഇതിനു മുമ്പ് നാം കണ്ടു, ഈ മൃഗത്തിന്റെ 7 തലയുണ്ട്. പക്ഷെ ഈ 7 തലയിൽ ഒരു തലയേ ഉള്ളൂ. ആരുടെ? എതിർ ക്രിസ്തുവിന്റെ ഒരു തലയേ ഉള്ളൂ. ബാക്കി കൂട്ടുപുള്ളികൾ അത് ഞാൻ പറയാം. ഈ തലയിലാണ് മരണകരമായ ഒരു മുറിവുണ്ടായി. മരണകരമായ മരിച്ചു എന്നുള്ളതായ നിലയിൽ എന്ത് ചെയ്തു? എല്ലാവരും ചിന്തിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതെന്ത് ചെയ്തു? എഴുന്നേറ്റ് ജീവൻ പ്രാപിച്ചു. ഇത് മരിച്ച അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കണ്ടപ്പോൾ ഭൂവാസികൾ എല്ലാവരും എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. അതിനോടുള്ള ബന്ധം നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ യോഹന്നാനോട് ഇവിടെ പറയുന്ന പ്രയോഗം നേരത്തെ എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഈ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ സഭയുടെ ഉൾപ്രാപണം റാപ്ചർ നടക്കുന്നതിന് ശേഷം ട്രിബുലേഷൻ എന്ന് പറയുന്ന ആ 7 വർഷത്തെ പീരീഡിൽ ആരംഭത്തിൽ തന്നെ ഇദ്ദേഹം രംഗപ്രവേശം ചെയ്യുകയാണ്. ഇദ്ദേഹം രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? അപ്രത്യക്ഷമാകും. എപ്പോൾ? വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഇദ്ദേഹം എന്ത് ചെയ്തു? മാരകമായ മുറിവേറ്റ് എന്ത് ചെയ്തു പോയി? മരിച്ച അവസ്ഥയിലായി. അപ്പോൾ പ്രവർത്തന നിരതമല്ലാതിരുന്ന ഒരു സമയം ഈ എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുണ്ട്. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ. വീണ്ടും എന്ത് ചെയ്യുക? അകാലത്തിൽ നിന്നും കയറി വരികയാണ്. അകാലത്തിൽ നിന്ന് കയറി വരുന്നു. പക്ഷെ ഇദ്ദേഹം എവിടേക്ക് പോകാനുള്ള ആളാണ്? നാശത്തിലേക്ക് പോകാനുള്ള ആളാണ്. 19-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും, നാശത്തിലേക്ക് ഇദ്ദേഹം പോകുന്നതിനുള്ള ബന്ധം. അപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലായിരുന്നു, വീണ്ടും അകാലത്തിൽ നിന്ന് കയറി വീണ്ടും എന്ത് ചെയ്യുന്നു? നാശത്തിലേക്ക് പോകും എന്നുള്ള നിലയിൽ യോഹന്നാൻ പറഞ്ഞു കൊടുത്തു. അടുത്ത വാക്യം, ഇത് നമ്മൾ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം. അടുത്ത വാക്യം വായിക്കാം. 10. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. ഇനി അടുത്തത് ഇത് വായിച്ചിട്ട് വല്ലതും മനസ്സിലായോ? ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത്
ഈ പറയപ്പെടുന്ന 7 തല, 7 തലയോടുള്ള ബന്ധത്തിൽ ഇവിടെ എന്താ പറയുന്നത്? 7 മലയാകുന്നു. 7 മലയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീ ഇരിക്കുന്ന മൃഗം, ആ മൃഗത്തിന് 7 തലയുണ്ട്. ആ 7 തല എന്ന് പറയുന്നത് 7 മലയാകും. 7 രാജാക്കന്മാരും ആകും. അത് 7 രാജാക്കന്മാരും ആകും. ഇനി ഈ 7 മലകൾ എന്ന് പറയുന്നത് റോം എന്ന് പറയുന്ന പട്ടണം, അതായത് ഇന്നത്തെ റോം 7 മലകളിൽ ഇരിക്കുന്ന ഒരു പട്ടണമാണ്. 7 മലകളാൽ ചുറ്റപ്പെട്ട, അല്ലെങ്കിൽ 7 മലകളിൽ വസിക്കുന്ന, അല്ലെങ്കിൽ 7 മലകളോട് ബന്ധത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു നഗരമായിട്ടാണ് ഈ പറയപ്പെടുന്ന റോമിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ്, നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ വിളിക്കുന്നത് അർബീസ് സെപ്റ്റീസ് കൊലീസ് എന്നാണ് വിളിക്കുന്നത്. അർബീസ് സെപ്റ്റീസ് കൊലീസ്, ഇത് ലത്തീൻ ഭാഷയാണ്. അർബീസ് സെപ്റ്റീസ് കൊലീസ് എന്ന് പറഞ്ഞാൽ 7 മലകളുടെ നഗരം എന്നാണ് ഇതിൻ്റെ പേര്. ഒന്നുകൂടെ ഞാൻ പറയാം. അർബീസ് സെപ്റ്റീസ് കൊലീസ്. അർബീസ് സെപ്റ്റീസ് കൊലീസ് എന്ന് പറഞ്ഞാൽ 7 മലകളുടെ നഗരം എന്ന് ലത്തീൻ ഭാഷയിൽ പറയുന്ന പ്രയോഗമാണ്. 7 മലകളുടെ നഗരം. ഇനി ഈ 7 മലകളോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ 7 മലകളുടെ പേര് ഞാൻ പറയാം. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി, അങ്ങ് ജിയോഗ്രഫിയുടെ ഭാഗമാണ് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, നിഷേധിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഈ 7 മലകൾ എന്ന് പറയുന്നത്, ഒന്നാമത് പാലറ്റീനം എന്ന് പറയുന്നതാണ് ഒന്നാമത്. പാലറ്റീനം. രണ്ടാമത്തേത് കൊരിനാലം എന്ന് പറയുന്ന, നമ്മൾ മലയാളത്തിൽ നിങ്ങൾ എഴുതുന്ന കാ എഴുതിയിട്ട് കൊരിനാലം എന്നുള്ളതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ മല എന്ന് പറയുന്നത് അവന്റീനം എന്നുള്ളതാണ് മൂന്നാമത്തത്. അവന്റീനം. നാലാമത്തെ മല കോലിയം എന്നുള്ള മലയാണ്. കോലിയം കോട്ടയമല്ല, കോലിയം. അഞ്ചാമത്തത് വിമനീലം എന്നുള്ളതാണ്. അഞ്ചാമത്തെ വിമനീലം. അടുത്തത് ആറാമത്തത് ഇസ്ക്വിലാനം എന്നുള്ളതാണ്. ഇസ്ക്വിലാനം. ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നുള്ളൂ, നമ്മൾ വെറുതെ പറയുകയല്ല. ഇതൊക്കെ ജിയോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ചുമ്മാ 7 മലയുണ്ടെന്ന് പറഞ്ഞു വിടുകയല്ല. ഇതാണ് മലകളുടെ പേരാണ്. ഇസ്ക്വിലാനം ആറാമത്തേത്. അടുത്തതായിട്ട് 7-ാമത്തേതാണ് ജാനിക്കുലാറം എന്ന് പറയുന്നത്. 7-ാമത്തെയാണ് ജാനിക്കുലാറം. ഈ ജാനിക്കുലാറം ഇന്ന് അറിയപ്പെടുന്നത് കാപ്പിത്തോളിൻ എന്നുള്ള വാക്കിലാണ്. കാപ്പിത്തോളിൻ എന്നാണ് അതിനെ ഇന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പേരുകൾ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പേരുകളാണ് ഇതിൻ്റെ ഒറിജിനൽ പേരുകൾ. ഒന്നുകൂടെ ഞാൻ പറയാം. പാലറ്റീനം, ക്വെരനാലം, അവന്റീനം, കോലിയം, വിമനാലം, ഇസ്ക്വിലാനം, ജാനിക്കുലാർ. ഈ 7 മലകളിന്മേലാണ് റോമാ നഗരം എന്ത് ചെയ്തത്? പണിയപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത അടുത്തായിട്ട് പറയുന്നത് ഈ 7 തല പറഞ്ഞു 7 മലകളാവും. അടുത്ത പ്രയോഗം എന്ന് പറയുന്നത് 7 രാജാക്കന്മാരുമാവും. ഈ 7 രാജാക്കന്മാർ എന്ന് പറയുന്ന ചിന്തയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. 2 അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് അക്ഷരികമായി 7 രാജാക്കന്മാരുടെ പേരുകൾ തന്നെയാണ്. 7 രാജാക്കന്മാർ അല്ല, 7 സാമ്രാജ്യങ്ങൾ എന്നുള്ള ചിന്തയുണ്ട്. 7 സാമ്രാജ്യങ്ങൾ. ഞാൻ ഒന്നാമത് രാജാക്കന്മാരുടെ ചിന്തകൾ തന്നെ പറയാം. ഈ രാജാക്കന്മാരോടുള്ള ബന്ധത്തിൽ റോമൻ ഭരണത്തിലെ രാജാക്കന്മാരെ, കാര്യം ഈ പത്മോസിൽ യോഹന്നാൻ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ പറയുന്ന ഈ സമയത്ത് ഭരണമാരുടേത്? റോമൻ ഭരണാധികളാണ് ഭരിക്കുന്നത്. റോമൻ ചക്രവർത്തിമാരുടെ കാലമാണ്. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു കൊടുക്കുന്ന ആ സമയത്ത് റോമിൻ്റെ ഭരണമാണ്. റോമാ സാമ്രാജ്യം ഭരിക്കുന്ന കാലമാണ്. അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ടോ, പിന്നെ ഈ 5 പേര്, അവ 7 രാജാക്കന്മാരാകുന്നു. 5 പേര് വീണുപോയി. 5 പേര് വീണുപോയെന്ന് പറഞ്ഞാൽ 5 പേര് നാട് നീങ്ങി. രാജാക്കന്മാരുടെ രീതി പറഞ്ഞാൽ നാട് നീങ്ങി. 5 പേര് നാട് നീങ്ങി. ഇനി അടുത്ത എന്ന് വെച്ചാൽ ഒരുത്തൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ യോഹന്നാൻ ഈ ദർശനം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഭരിക്കുന്ന ആളിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുത്തൻ ഇപ്പം ഉണ്ട്.
അപ്പൊ അത് എത്രാമനാ? 6. ഇനി മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ 7-ാമൻ എന്ന് പറയുന്ന ആൾ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാവും. അപ്പോൾ 7-ാമൻ വരും. വന്നാൽ അവനൊരു ഷോർട്ട് പീരീഡിൽ ഒരു ഭരണമാണ്. കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാവും. വിഷയത്തിലേക്ക് വരാം. റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ, അവരെ 5 പേരെ കുറിച്ച് ഇവിടെ പറയുന്നത്, ഈ രാജാക്കന്മാരുടെ പേരും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും കുഴപ്പമില്ല. കാര്യം റോമിൽ ഇതിനു മുമ്പ് തന്നെ 5-ൽ കൂടുതൽ രാജാക്കന്മാർ ഭരിച്ചു കഴിഞ്ഞു. യോഹന്നാൻ ഈ ദർശനം കാണുന്ന സമയത്ത് തന്നെ 5-ൽ കൂടുതൽ ചക്രവർത്തിമാർ റോം ഭരിച്ചു കഴിഞ്ഞു. എന്നാൽ റോമൻ സാമ്രാജ്യത്തിലെ റോമാ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ടവർ എന്നുള്ള നിലയിലുള്ളവരുടെ പേരുകളാണ് ഈ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ, ഇപ്പം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഇന്ത്യയിൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കുറച്ചു നേരം കണക്ക് കൂട്ടി വേണം പറയും ഇത്രയും പേരുണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ച് പേരേ ഉള്ളൂ. നെഹ്റു, ഇന്ദിരാഗാന്ധി, പിന്നെ രാജീവ് ഗാന്ധി എന്നും പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തേതും പറയും. പിന്നെ ഇതിനിടയ്ക്ക് ഭരിച്ചു പോയതായ ആളുകൾ VP സിംഗ് ഉൾപ്പെടെ എന്ത് ചെയ്തു? VP സിംഗ് ഭരിച്ചു, അതുപോലെ തന്നെ ചന്ദ്രശേഖർ ഭരിച്ചു. ഇവരെ ഒന്നും ആരും തന്നെ പെട്ടെന്നൊന്നും ഓർക്കുകയില്ല. കാരണം ഇവർക്ക് നമ്മൾ അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ റോമൻ ചക്രവർത്തിമാരിൽ ഈ പറയപ്പെടുന്നതായ ഈ പറയാൻ പോകുന്ന പേരുകൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് ഒന്നാമതായിട്ട് ജൂലിയസ് സീസറാണ്. റോമിൽ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചക്രവർത്തിമാരിലെ ഒന്നാമൻ ജൂലിയസ് സീസറാണ്. 2 ഔഗുസ്തോസ് കൈസറാണ്. 3-ാമൻ തിബെരിയോസ് കൈസറാണ്. 4-ാമൻ നീറോ. 5-ാമത്തെ ആൾ വെസ്പേഷ്യൻ. ഇതാണ് വീണുപോയി എന്ന് പറയുന്ന 5 പേർ. ഇനി ഇതിനിടയിൽ വേറെ ഏതെങ്കിലും ഒരു ചക്രവർത്തിയുടെ പേര് ആരെങ്കിലും പറഞ്ഞാലും വിഷമമുള്ള കാര്യമൊന്നുമില്ല. ഇതൊന്നും നമുക്ക് അത്ര തർക്കിക്കേണ്ട വിഷയങ്ങളായിട്ടിരിക്കുന്നില്ല. ഇതാണ് പൊതുവെ റോമിലെ 5 ചക്രവർത്തിമാർ, സമർത്ഥന്മാരായ അല്ലെങ്കിൽ പേരെടുത്ത ചരിത്രം സൃഷ്ടിച്ചതായ ഭരണാധികാരികൾ 5 പേരാണ്. ഒന്നുകൂടെ ഞാൻ പറയാം: ജൂലിയസ് സീസർ, ഔഗുസ്തോസ് കൈസർ, തിബെരിയോസ് കൈസർ, നീറോ, വെസ്പേഷ്യൻ. അപ്പോൾ 5 പേര് വീണുപോയി. അതിവരാ ഈ 5. അതിനുശേഷം പറഞ്ഞു ഒരുത്തൻ ഇപ്പോൾ ഉണ്ട്. ഒരുത്തൻ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിയാണ് ആരെ? ഡൊമീഷ്യൻ ചക്രവർത്തി. ഡൊമീഷ്യന്റെ കാലത്താണ് യോഹന്നാൻ എന്ത് ചെയ്യുന്നത്? പത്മോസിലോട്ട് നാട് കടന്നത്. അപ്പൊ ഒരുത്തൻ ഇപ്പോൾ ഉണ്ട്, അവനാണ് ഡൊമീഷ്യൻ ചക്രവർത്തി. ഇനിയും അത് കഴിഞ്ഞാൽ ഒരുത്തൻ എന്ത് ചെയ്യാനുണ്ട്? വരാനുണ്ട്. ആ വരുന്ന ആളിന്റെ ഭരണമെന്ന് പറയുന്നത് വളരെ വളരെ ഷോർട്ടായ ഒരു പീരീഡ്. അവിടെ തന്നെ പറയുന്നുണ്ട്, 7-ാമനായിട്ട് വരുന്നവൻ അവൻ എന്ത് ചെയ്യും? അവൻ അല്പകാലം ഇരിക്കേണ്ടതാകുന്നു. അവൻ കുറഞ്ഞോന്ന് അല്ലെങ്കിൽ അല്പകാലം ഇരിക്കാൻ, ഷോർട്ട് പീരീഡിൽ ഇരിക്കേണ്ടവനാവും. ഈ ഷോർട്ട് പീരീഡ് ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഈ ഷോർട്ട് പീരീഡിൽ ഇരിക്കാൻ വരുന്ന പുള്ളി ആരാ? ഇതിനോടുള്ള ബന്ധത്തിൽ ഇനിയും ഷോർട്ട് പീരീഡിൽ ഭരിക്കാനിരിക്കുന്നയാൾ ഇനി ഒരുത്തം വരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്? എതിർ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. കാര്യം എതിർ ക്രിസ്തുവാണ് ഒരു ഷോർട്ട് പീരീഡ്. കാര്യം എതിർ ക്രിസ്തുവിന്റെ ഭരണം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര നാളെ ഭരിക്കത്തുള്ളതോ? 7 വർഷം. അതിൽ കൂടുതലില്ല. അപ്പോൾ 7 വർഷമേ ഉള്ളൂ ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം എന്നുള്ളത് വളരെ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ 6-ാമൻ ഇപ്പോൾ ഭരിക്കുന്നു. ഇനി ഒരുത്തം വരാനുണ്ട്. അവൻ എന്ന് വരുമെന്ന് പറഞ്ഞിട്ടില്ല. അവന് വരും. പക്ഷെ അവൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കാലം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡാണ് എന്ന് ഇവിടെ പറയുകയാണ്. ഇനി അടുത്ത വാക്യം: ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7-ൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു. ഇനി ഇതിനോടിടയിൽ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് 7 സാമ്രാജ്യങ്ങളാണെന്നുള്ള ചിന്തയാണ്. ഈ 7 സാമ്രാജ്യങ്ങൾ എന്നുള്ള ചിന്തയോട് എനിക്ക് പ്രത്യേക താല്പര്യം അതിനോട്. അതായത് അങ്ങനെ വിശേഷിപ്പിച്ചു വേദപുസ്തകം പഠിക്കുമ്പോൾ രാജാക്കന്മാർ എന്ന് പറയുന്നത് സാമ്രാജ്യങ്ങളെ ഉദ്ദേശിച്ചും രാജാക്കന്മാർ എന്നുള്ള ആ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വ്യക്തിപരമായി എനിക്ക് ഇവിടെ ഈ രാജാക്കന്മാർ എന്ന് പറയുന്ന ഇപ്പോൾ ഈ പറയപ്പെട്ട ജൂലിയസ് സീസർ മുതൽ ഉള്ള ഈ ചക്രവർത്തിമാരുടെ പേരിനേക്കാൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ടതായ സാമ്രാജ്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ കുറച്ചുകൂടെ നല്ല ആശയമാണെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായക്കാരനാണ് ഞാൻ. ഞാൻ പറഞ്ഞതല്ലോ. ഇതിനും എതിർ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. ഈ 7 സാമ്രാജ്യങ്ങൾ എന്ന് പറയുന്നത്
ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന സാമ്രാജ്യങ്ങൾ, ഇതിനു മുമ്പ് ഇസ്രായേലിനെ പീഡിപ്പിച്ചവരുണ്ട്. ഇസ്രായേലിനെ ഒന്നാമതായിട്ട് പീഡിപ്പിച്ച സാമ്രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഈജിപ്റ്റാണ്, മിസ്രൈമാണ്. അപ്പോൾ മിസ്രൈം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സാമ്രാജ്യം. രണ്ടാമത്തേത് അശൂർ എന്ന് പറയുന്ന സാമ്രാജ്യമാണ് രണ്ടാമത്തേത്. അപ്പോൾ അശൂർ എന്ന് പറയുന്നതും മിസ്രൈമും ഇത് രണ്ടും കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് ബാബിലോൺ, അതിനുശേഷം മേദി പാർസി സാമ്രാജ്യം, യവന സാമ്രാജ്യം, അതിനുശേഷം റോമ സാമ്രാജ്യം. അങ്ങനെ വരുമ്പോൾ എത്ര സാമ്രാജ്യമായി? 6 സാമ്രാജ്യം ആയിരുന്നു. ഇനി അപ്പോൾ 7ാമത്തെ സാമ്രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ 7ാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യമാണ്. എതിർക്രിസ്തു വാഴുന്ന അല്ലെങ്കിൽ എതിർക്രിസ്തുവിനോട് ബന്ധത്തിലെ സാമ്രാജ്യം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ചിന്ത എടുക്കുന്നതെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിലെ ഇതര വാക്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ പിന്നെ ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ മിസ്രൈമിനെ മാറ്റിയിട്ട് സിറിയയെ ചേർക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായമുണ്ട്. എനിവേ, ഈ പറയപ്പെടുന്ന സാമ്രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എതിർക്രിസ്തുവിന്റെ വരവ് ഇതിൽ ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തിൽ നിന്നായിരിക്കാം എന്നുള്ളതാണ് പൊതുവെ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവനാണ് ഇപ്പം ഇല്ല എന്നൊക്കെ പറയുന്ന എല്ലാം ഒത്തുവരും. എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യം അതിൽ നിന്നും ഇവൻ എന്ത് ചെയ്യുക, വരുന്നു എന്നുള്ളതായ ഒരർത്ഥത്തിൽ നമുക്കതിലേക്ക് തന്നെ വീണ്ടും വരാം. അപ്പോൾ ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ചിന്ത എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ ഈ മൃഗത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു 10 കൊമ്പുകളാണ്. ഈ 10 കൊമ്പുകളുടെ കൂട്ടത്തിൽ ഇടയ്ക്ക് എന്ത് ചെയ്തു? ഒരു കൊമ്പ് മുളച്ചു വന്നു. ഈ ഒരു കൊമ്പ് മുളച്ചു വന്നു. അതുപോലെ തന്നെ ഇവിടെ നാം കണ്ടു ഈ മൃഗത്തിനും എന്തുണ്ട്? 10 കൊമ്പുണ്ട്. ഈ 10 കൊമ്പിനോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ ഈ എതിർ ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 10 എന്നുള്ള സംഖ്യ നിങ്ങൾ ഓർക്കണം. നമുക്ക് വരേണ്ടത് 7ലേക്ക് വരണം. 7ലേക്ക് വരണം. അവിടെ പറയുന്നുണ്ട് 3 പേരെന്ത് ചെയ്തു? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം നോക്കണം. 3 പേർ അതിന് ശേഷമുള്ള ഭാഗത്ത് നോക്കണം. പത്ത് കൊമ്പുകളെ കുറിച്ച് പറയുന്നിടത്ത് 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതിരാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും ദേശീയ ദേശിച്ച് ശൂന്യയും നഗ്നയുമാക്കി അവളുടെ മാംസം തിന്നുകളയും. അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുമ്പോളം തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുക്കുവാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്തുള്ള മഹാനഗരം തന്നെ. അവിടെ 3 പേരുടെ പറയുന്നില്ല. വീണുപോയി. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്. അല്ല, 3 കൊമ്പ്. ദാനിയേൽ പ്രവചനത്തിലാണ്. അതായത് ദാനിയേൽ പ്രവചനത്തിൽ ആണ് 3 കൊമ്പ്. ഈ ദർശനം ദാനിയേൽ കണ്ടപ്പോൾ 10 കൊമ്പുകളുടെ ദർശനം കണ്ടപ്പോൾ 10 കൊമ്പും അതിനിടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു. നോക്കിക്കൊണ്ടിരുന്നപ്പോൾ 3 കൊമ്പ് വീണുപോയി. ഇനി അതിൽ വെച്ചാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ 10 കൊമ്പാണ്. 10 കൊമ്പും അതിനോട് ചേർന്ന് ഒരു കൊമ്പ് അതിനിടയിൽ മുളച്ചു വന്നു. ഇത് അങ്ങനെ വരുന്നപ്പോൾ പക്ഷേ എതിർ ക്രിസ്തുവിനോട് കൂടെ നാം അവൻ ഭരണമേൽക്കുന്ന സമയത്ത് 3 കൊമ്പ് പറഞ്ഞുപോയി എന്നുള്ളത് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നു. 3 കൊമ്പുകൾ. ഈ 3 കൊമ്പുകൾ എന്ന് പറയുന്ന 3 രാജാക്കന്മാരാണ്. ഈ 3 രാജാക്കന്മാരെ 10-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ എത്രയാവും? 7. അതിൻ്റെ കൂട്ടത്തിൽ
ഇവൻ ചേരുമ്പോൾ ഇവനാരോ എട്ടാമനം. ഇങ്ങനെയാണ് ഈ സംഖ്യ ചേർത്ത് പറയുന്നത്. ഒന്ന് ദാനിയേൽ പ്രവചനത്തിലെ ആ ചിത്രത്തോടുള്ള ബന്ധത്തിലാണ്. 10 കൊമ്പുകൾ, അതിൽ 3 എണ്ണം പറഞ്ഞുപോയി, അല്ലെങ്കിൽ ഇല്ലാതെയായി, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു. അതിനുശേഷം 7 രാജാക്കന്മാരാണുള്ളത്. 7 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ എതിർക്രിസ്തുവോട് ചേരുമ്പോൾ 8-ാമൻ എന്നുള്ളതായ നിലയിലുള്ള ചിന്തയാണ്. ഇത് ചിന്തിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ഈ പറയപ്പെടുന്ന എതിർക്രിസ്തുവിൻ്റെ വരവെന്ന് പറയുന്നത് വളരെ തന്ത്രപൂർവ്വമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സുകളിൽ ചില വാചകങ്ങൾ മാത്രം ഞാൻ ആവർത്തിക്കാം. അപ്പോൾ വളരെ തന്ത്രപൂർവ്വമാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ ഇവൻ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് യഹൂദജാതിയോട് വളരെ സ്നേഹം നടിച്ചാണ് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ യഹൂദജാതിയോട് സ്നേഹം കാണിച്ച് രംഗപ്രവേശം ചെയ്യുന്നു. ആ കാലത്ത് ആലയം പണിയാനുള്ളതായ സ്വാതന്ത്ര്യം വരെ ഇസ്രായേലിന് ആര് കൊടുക്കും? എതിർക്രിസ്തു കൊടുക്കും. അങ്ങനെ ആലയം പണിയും എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ ലോക മതങ്ങളെ അല്ലെങ്കിൽ ലോകവ്യാപകമായുള്ള ആളുകളെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത വിഷയം. ഇതിന് വേണ്ടിയാണ് ഇവനൊരു മത നേതാവിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഒരു മത നേതാവിനെ ആശ്രയിച്ച് ആ മത നേതാവിൻ്റെ സ്വാധീനത്തിൽ ലോകത്തിലുള്ളതായ മനുഷ്യനെയും മതങ്ങളെയും മുഴുവൻ ഒന്നിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ലീഡർഷിപ്പാണ് ഈ മത നേതാവ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എതിർക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം ആർക്ക് ലഭിക്കുന്നുണ്ട്? മത നേതാവിന് ലഭിക്കുന്നുണ്ട്. ജനങ്ങളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ഒരു മത സംവിധാനത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എതിർക്രിസ്തു ഇതങ്ങ് ടേക്ക് ഓവർ ചെയ്യുക. അത് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എതിർക്രിസ്തു ആ മത സംവിധാനം ടേക്ക് ഓവർ ചെയ്യുമ്പോൾ പിന്നെ ആരെ ആവശ്യമില്ല? മത നേതാവിനെ ആവശ്യമില്ല, ഈ മത സംവിധാനവും ആവശ്യമില്ല. അതുകൊണ്ട് അവൻ ആ സമയത്ത് ഈ മത സംവിധാനത്തെ എന്ത് ചെയ്യും? പരിപൂർണമായും നശിപ്പിച്ചു കളയും, തകർത്ത് കളയും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ അവളുടെ അന്ത്യം എന്ന് പറയുന്ന ഇതാണ്. ഈ മൃഗത്തിൻ്റെ മുകളിൽ ഇപ്പോൾ അവൾ ഇരിക്കുന്നു, വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചതിൻ്റെതായ ചിന്തയിൽ അതിൻ്റെതായ ആഹ്ലാദത്തോടുകൂടി ഈ സ്ത്രീ ഇരിക്കുകയാണ്. പക്ഷേ ഈ ഇരിപ്പ് കുറച്ചാളത്തേക്കിനേ ഉള്ളൂ. ഇവളെ ചുമക്കുന്ന വാഹനമൃഗം തന്നെ ഇവളെ താഴെയിടും. ഇവളെ ചുമക്കുന്ന വാഹനമൃഗം തന്നെ ഇവളെ നശിപ്പിക്കും. ഇവൾ ആ വാഹനമൃഗം എതിർക്രിസ്തുവിൻ്റെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ അതിനോടുകൂടി ഈ സ്ത്രീയുടെ അന്ത്യമാണ് എന്നുള്ളതാണ്. പിന്നെ പൂർണ്ണമായും നിയന്ത്രണം ആരുടെ കയ്യിൽ? എതിർക്രിസ്തുവിൻ്റെ കയ്യിലാവുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് പിന്നീട് ചിന്തിപ്പാനുള്ളതായ ഹർമഗദോൻ യുദ്ധവും കാര്യങ്ങളുമൊക്കെ അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 14-ാം വാക്യത്തിൽ അവർ കുഞ്ഞാടിനോട് എന്ത് ചെയ്യും? പോരാടും. ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. 19-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഇത് ഹർമഗദോൻ യുദ്ധമാണ്. അപ്പോൾ യേശുക്രിസ്തു വന്ന് എതിർക്രിസ്തുവിനോടും സൈന്യത്തോടും അല്ലെങ്കിൽ അവനോട് കൂടെയുള്ള സഖ്യകക്ഷികളോടും ഏറ്റുമുട്ടുന്ന രംഗമാണ്. ഇനി ഈ പറയപ്പെടുന്ന 10 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പൊതുവെ ഈ ദാനിയേൽ പ്രവചനവും പ്രവചന പുസ്തകങ്ങളും വെളിപ്പാട് പുസ്തകവും എല്ലാം കൂടെ നാം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പൗരാണിക റോമിൻ്റെ ഭരണപ്രദേശങ്ങളിൽ കിടന്ന 10 രാജ്യങ്ങൾ എന്നുള്ളതാണ് ഒരു യൂണിയനാണ്. യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ എതിർക്രിസ്തുവിൻ്റെ ലീഡർഷിപ്പിൽ ഈ 10 രാജ്യങ്ങൾ സംഘടിക്കുന്നു എന്നുള്ള നിലയിൽ വേണം. അതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ചിന്ത. കാര്യം ഈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതുകൊണ്ട് ഈ പശ്ചാത്തലം അതിലേക്കാണ് വിരലിച്ചുകൊണ്ടത്. അപ്പോൾ 10 രാജാക്കന്മാർ റോമിൻ്റെ പഴയ പൗരാണിക റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന 10 പ്രവിശ്യകളോ അല്ലെങ്കിൽ 10 രാജ്യങ്ങളോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് എന്നുള്ള ചിന്തയാണ്. അതിൽ നിന്ന് 3 എണ്ണം കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ 3 രാജാക്കന്മാർ കൊല്ലപ്പെട്ടു. ബാക്കി 7 പേര് ആരുടെ കൂടെ നിന്നു? എതിർക്രിസ്തുവിൻ്റെ കൂടെ നിന്നു. അതിനുശേഷം അവരെ എല്ലാം കൂടെ ചേർന്നാണ് യുദ്ധം നടത്തുന്നത്. ആ യുദ്ധരംഗത്തേക്ക് വരുമ്പോൾ ഇവരുടെ കൂടെ വേറെയും ആളുകൾ കൂടുന്നു. നമ്മൾ നേരത്തെ കണ്ടല്ലോ, യൂഫ്രട്ടീസ് നദി ഉണങ്ങിയെന്നും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ യുദ്ധരംഗത്തേക്ക് വരുവാനായിട്ട് സൗകര്യം ഒരുക്കത്തക്കവണ്ണം യൂഫ്രട്ടീസ് നദി വറ്റിപ്പോയി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്തായിട്ട് അവർ കുഞ്ഞാടിനോട് പോരാടും, എന്നാൽ കുഞ്ഞാട് അവരെ വിശ്വസ്തരുമായവരോട് ചേർന്ന് കുഞ്ഞാട് അവരെ ജയിക്കും. 15-ാം വാക്യത്തിൽ പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ.
നമുക്കിവിടെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കാമെന്ന് ഞാൻ കരുതിയത്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇതിൻ്റെ അവസാന ഭാഗം വരാം. അപ്പോൾ ഇന്ന് പ്രധാനമായും നാം ചിന്തിച്ചു വരുന്നത് ഇത് മാർമിക ബാബിലോൺ എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതിനോടുള്ള ബന്ധത്തിൽ മാർമിക ബാബിലോൺ എന്ന് പറയുന്ന ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് ആ പേരാണ്. അല്ലാതെ ഇന്ന് ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയുടെ പേരല്ല അതിന് കൊടുക്കേണ്ടത്. ഒരു എക്യുമിനിസമാണ്. പല മതങ്ങൾ ഒന്നുചേർന്ന് ഒരു ലീഡർഷിപ്പിൽ വരുന്നു എന്നുള്ളതാണ്. ആ ഒരു ലീഡർഷിപ്പിൽ വരുന്നതിൻ്റെ കൂട്ടത്തിൽ നാമധേയ സംഘങ്ങൾ എല്ലാം ഉണ്ട്. നാമധേയ സംഘങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് വെറും പെന്തക്കോസ്താണെന്ന് പറഞ്ഞ് ചുമ്മാ നടക്കുന്ന അതിന് അനുഭവമോ വിശുദ്ധിയോ ഒന്നുമില്ലാത്ത ആ നാമധേയ പേരെടുത്തിരിക്കുന്നവർ ഉൾപ്പെടെ എല്ലാം ഈ ഗണത്തിൽ കാണും. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ സംഘമാണ്, വലിയ പുരുഷാരമാണ്. ഇപ്പോൾ ലോകവ്യാപകമായി കിടക്കുന്ന ഒരു വലിയ സമൂഹം ആണ് ഈ മതസമൂഹം എന്ന് പറയും. അതിനൊരു ലീഡർഷിപ്പിന്റെ കീഴിൽ ഈ അണിനിരക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ 15-ാം വാക്യത്തിൽ നമുക്ക് അടുത്ത ആഴ്ച ഞാൻ തുടരാം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പോൾ ഈ മതത്തിന്റെ സ്വാധീനമാണ്. വ്യത്യസ്തങ്ങളായ ഭാഷകൾ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ, വലിയ പുരുഷാരം. വെള്ളമെന്ന് പറഞ്ഞാൽ പുരുഷാരമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ജനസമൂഹമാണ്. അപ്പോൾ വലിയൊരു ജനസമൂഹം നിൽക്കുകയാണ് ഒരു മതത്തിന്റെ കീഴിൽ, ഒരു മതമായിട്ട്. അപ്പോൾ ഒരു പുതിയ പേരോടുകൂടി ഒരു മതം വരികയാണ്. അല്ലെങ്കിൽ നേരത്തെ ഇപ്പം നിലവിലുള്ള മതത്തിൻ്റെ ഒന്നും പേരായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുതിയ ലീഡർഷിപ്പിൽ കാര്യം ഇപ്പോൾ നിലവിലുള്ളതായ ആ പേരിനോട് ചേരാൻ അത്ര താല്പര്യം വരത്തില്ല. നമുക്കിതിനറിയാമല്ലോ, മേർജിങ് നടക്കുമ്പോൾ പേരിന് സാധാരണ നിലയിൽ എന്ത് ചെയ്യാറുണ്ട്, വ്യത്യാസം വരും. ഇപ്പം തന്നെ അടുത്ത കാലത്ത് എത്രയോ എയർലൈൻസ് മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ പേരിൽ വ്യത്യാസം വരുത്തി, അല്ലെങ്കിൽ പ്ലെയിനിലുള്ള ചിഹ്നം, ഒന്നുകിൽ മെർജ് ചെയ്ത ഒരു വിമാന കമ്പനിയുടെ ചിഹ്നം ഉപയോഗിക്കുമ്പോൾ പേര് മറ്റേതാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തൊരു പുതിയ പേര്. ഇത് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏത് സംവിധാനങ്ങൾ മെർജ് ചെയ്യുമ്പോഴും ഒന്നുകിൽ ഒരു പുതിയ പേര് വരികയാണ്. അങ്ങനെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്ന മതങ്ങൾ, വ്യത്യസ്തങ്ങളായ മതങ്ങൾ ഒരു ലീഡർഷിപ്പിനെ അംഗീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ലീഡർഷിപ്പിനോട് അംഗീകരിക്കുമ്പോൾ ആകർഷകമായ ഒരു പേരുകൾ എല്ലാവർക്കും ജോയിൻ ചെയ്യത്തക്കമാണ്. കാരണം ഇപ്പോഴത്തെ രീതിയിലാണ് ഞാൻ പറഞ്ഞാൽ ഇന്ന സഭയുമായിട്ട് ചേരാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അകലുന്നെങ്കിൽ ഒരു പുതിയ പേരോടുകൂടി വരുമ്പോൾ അതൊരു ആകർഷക വസ്തുവാണ്, ആകർഷകമായ പേരാണ്. അപ്പോൾ അതിനോട് ജോയിൻ ചെയ്ത് ഒരു മത സംവിധാനം ഉണ്ടാവുകയാണ്. ഞാൻ അടുത്ത ആഴ്ചയിൽ വിശദീകരിച്ച് ഈ ഭാഗം അവസാനിപ്പിച്ച് നമുക്ക് വാണിജ്യ ബാബിലോൺ എന്ന് പറയുന്ന 18-ാം അധ്യായത്തിലെ വാണിജ്യ ബാബിലോണിലേക്ക് അടുത്ത ആഴ്ച പ്രവേശിക്കാം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതൊന്നും ദൈവമക്കളെ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല. കാരണം കർത്താവിൻ്റെ സഭ പോയി കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ, അവർ ഈ ദൈവസഭ എന്ന് പറയുന്ന ഈ ദൈവസഭയെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ സഭ ഭൂമിയിൽ നിന്ന് മാറിയതിന് ശേഷം ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ഖണ്ഡിതമായ ഒരു അഭിപ്രായം ആർക്കും തന്നെ പറയാൻ കഴിയത്തില്ല. കാര്യം ഇതെല്ലാം ഭാവി സംഭവങ്ങളോട് ബന്ധത്തിൽ നമുക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ നിലയിൽ ചിന്തിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കട്ടെ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാന്ത എന്നുള്ള നിലയിൽ നാം ആയിരിക്കുമ്പോൾ, സഭ അത് ഞങ്ങളാണ്, നാം ദൈവസഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ അത് ഏത് സമയവും നടക്കും എന്നുള്ളതാണ്. ഏത് സമയവും കാഹളം ധ്വനിച്ചാൽ ആ കാഹളം ധ്വനിക്കുന്ന സമയത്ത് എടുക്കപ്പെടുന്നതായ സഭയിൽ നാം കാണുക എന്നുള്ളതാണ്. അതിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് വരുന്നതാണ് പറഞ്ഞേക്കും. ദൈവവചനം അങ്ങനെ പറയും, കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധരെ ചേർക്കുവാൻ കർത്താവ് വരും. ആ വിശുദ്ധരുടെ ഗണത്തിൽ നാം ഉൾപ്പെടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അതിനനുസരിച്ചുള്ളതായ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള ജീവിത ശൈലി പുലർത്തിക്കൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.